നമസ്കാരം. ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ആഴ്ച വരാൻ പോകുന്ന ഒരു വലിയ പുണ്യദിനത്തെക്കുറിച്ചാണ്. ജൂൺ 25-ന് 2024 ജൂൺ 25-ാം തീയതി ഗണേശ സംകഷ്ടി ചതുർത്ഥി ദിനമാണ്. അപ്പോൾ ഈ മാസത്തെ ചതുർത്ഥി ദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ചൊവ്വാഴ്ചയാണ് ഈ ചതുർത്ഥി ദിനം വരുന്നത്. അതുകൊണ്ട് തന്നെ അത് അംഗാരക ചതുർത്ഥി എന്നും അതുപോലെ അംഗാരക സംകഷ്ടി ചതുർത്ഥി എന്നുമൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ചതുർത്ഥി തിഥിയും ചൊവ്വാഴ്ചയും ഒന്നിച്ചു വരുന്ന ഈ ദിനം നമ്മുടെ സങ്കടങ്ങൾ അകറ്റാനും ഗണേശ പ്രാർത്ഥനയിലൂടെ വിഘ്നങ്ങളെല്ലാം നിവാരണം ചെയ്യാനും ധനപരമായ തടസ്സങ്ങളൊക്കെ ബ്ലോക്കുകളൊക്കെ നീക്കാനും ഏറ്റവും പറ്റിയ ഒരു ദിനമായിട്ടാണ് പുരാണങ്ങളിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഗണേശ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സങ്കടങ്ങൾക്ക് അറുതി വരുത്തുന്നത് കൊണ്ടാണ് ഈ സംകഷ്ടി ചതുർത്ഥി എന്നതിന് പറയുന്നത്. അപ്പോൾ ഈ അംഗാരക ചതുർത്ഥിയുടെ ഒരു പ്രത്യേകത എന്താണ്? ചൊവ്വാഴ്ച കൃഷ്ണപക്ഷ ചതുർത്ഥി വരുന്ന ദിവസമാണ് ഈ അംഗാരക ചതുർത്ഥി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിഥുനമാസത്തിലെ കൃഷ്ണപക്ഷത്തിലാണ് ഈ അംഗാരക ചതുർത്ഥി ഈ വർഷം ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഈ അംഗാരക ചതുർത്ഥി ദിനം ഒരു പ്രത്യേകത എന്താണ്? കുജഭഗവാന് ഗണേശ ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച ദിവസമാണ് അംഗാരക ചതുർത്ഥി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നമ്മൾ കുജൻ എന്ന് പറയുമ്പം അത് ഒരു ആഗ്നേയ ഗ്രഹമാണ്, എപ്പോഴും കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ചൊവ്വയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പല പല സംഘർഷങ്ങളെയും പ്രതിനിധീകരിക്കുന്ന മനപ്രയാസങ്ങളെയും സംഘർഷങ്ങളെയും അതുപോലെ തന്നെ നമ്മളെപ്പോഴും ആളിക്കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചിന്തകളുണ്ട്. നമ്മുടെ ഉറക്കം കെടുത്തുന്നതും നമുക്ക് ആശങ്കകൾ ഉണ്ടാക്കുന്നതുമായ ഒരുപാട് ചിന്തകൾ ജീവിതത്തിൽ കടന്നു വരും. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ലഘൂകരിക്കാനും പല തടസ്സങ്ങളും മാറ്റാനും പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാനും ഈ അംഗാരക ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനൊരു പ്രത്യേക പ്രാധാന്യത്തോടു കൂടി എല്ലായിടത്തും അനുഷ്ഠിക്കപ്പെടുന്നത്. അപ്പം ഈ അംഗാരക സംകഷ്ടി ചതുർത്ഥി ദിവസം വ്രതം നോറ്റാൽ ചൊവ്വയുടെ അനുഗ്രഹവും ലഭിക്കും, ഗണപതിയുടെ അനുഗ്രഹവും ലഭിക്കും. ചതുർത്ഥി ദിനം ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ ഏറ്റവും നല്ലതാണ്. അതിനോടൊപ്പം തന്നെ ചൊവ്വയുടെ അനുഗ്രഹം കൂടെ ലഭിക്കും. അപ്പം ചൊവ്വ ദോഷമൊക്കെ ഉള്ള ആൾക്കാർ, അതുപോലെ തന്നെ ചൊവ്വ ദുർബലനായിട്ട് ജാതകത്തിൽ നിൽക്കുന്നവർ, ചൊവ്വ ദുസ്ഥാനത്ത് നിൽക്കുന്നവർ, ചൊവ്വയുടെ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാതെ കഷ്ടപ്പെടുന്നവർ, ചൊവ്വയാണ് ജീവിതത്തിൽ ഉത്സാഹവും യൗവനവും ആരോഗ്യവും കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള കഴിവും കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പിടിച്ചെടുത്ത് നമ്മുടേതാക്കാനുള്ള കഴിവ്, ഇതെല്ലാം തരുന്നത് ചൊവ്വയാണ്. അക്രമ സ്വഭാവവും ചെയ്യുന്നുണ്ട്, എങ്കിൽ പോലും ഞാൻ ചൊവ്വ തരുന്ന നല്ല അനുഗ്രഹപരമായ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ കുറവുള്ളവർക്ക്, ജാതകത്തിൽ ജനന സമയത്ത് ഗ്രഹനില കൊണ്ട് ചൊവ്വയുടെ ആനുകൂല്യം ലഭിക്കാത്ത ആൾക്കാർ, ജാതകത്തിൽ ചൊവ്വ സംബന്ധമായ ദോഷമുള്ളവർ, ഇവരൊക്കെ ഈ അംഗാരക ചതുർത്ഥി അനുഷ്ഠിക്കുകയാണെങ്കിൽ അവർക്ക് ആ തടസ്സങ്ങളുടെ വലിയൊരു ഭാഗം ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ വ്രതത്തെ പറ്റി കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ തലേ ദിവസം, അതായത് തിങ്കളാഴ്ച രാവിലെ തന്നെ ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഗണപതിക്ക് അർച്ചനയോ എന്തെങ്കിലും ഒരു വഴിപാട് സമർപ്പിക്കുക. അതിനുശേഷം ഗണേശ മന്ത്രങ്ങൾ എന്തെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ അത് ചൊല്ലുന്നത് നല്ലതാണ്. ആ ദിവസം ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ ഉപവസിക്കണം. ചൊവ്വാഴ്ചയാണ് ഈ ഗണേശ ചതുർത്ഥി, അംഗാരക ചതുർത്ഥി വരുന്നത്. അപ്പോൾ ചൊവ്വാഴ്ച പകല് ഉപവസിക്കണം. പിന്നെ ആരോഗ്യപ്രശ്നമുള്ള ആൾക്കാർ ഉപവാസം എടുക്കേണ്ട, പഴങ്ങളോ അരിയാഹാരം ഒരു നേരമോ കഴിച്ച് ഉപവാസം എടുക്കുക, അല്ലെങ്കിൽ ലളിതമായ സസ്യഭക്ഷണം കഴിച്ച് അന്നത്തെ ദിവസം വ്രതം എടുക്കുക. പൂർണ്ണ ഉപവാസം എന്ന് പറയുന്നത് ആരോഗ്യമുള്ളവർ മാത്രമേ ചെയ്യാവുള്ളൂ. കാരണം ഒരിക്കലും ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് എടുക്കുന്ന വ്രതങ്ങൾ ഫലപ്രാപ്തിയിലെത്തുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരത്തിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണോ അത് നോക്കിയിട്ട് വ്രതം എടുത്താൽ മതിയാവും. അപ്പോൾ ചൊവ്വാഴ്ച വ്രതമെടുക്കുക. അതിനുശേഷം ഗണേശ നാമങ്ങൾ അല്ലെങ്കിൽ ഗണേശ അഷ്ടോത്തരം അല്ലെങ്കിൽ ഗണേശ മന്ത്രങ്ങളൊക്കെ ജപിച്ച് പകൽ സമയം മുന്നോട്ട് പോവുക.
ജോലിക്കൊക്കെ പോകുന്നവർ മനസ്സിൽ ജപിച്ചാൽ മതി. വീട്ടിലിരിക്കുന്നവർക്ക് ഗണേശ ചിത്രത്തിന് മുന്നിൽ ഉറക്കെ ജപിക്കാം. അതുപോലെ തന്നെ വൈകുന്നേരമാകുമ്പോൾ ഗണേശ ഭഗവാന്റെ മുന്നിൽ വിളക്ക് തെളിയിച്ച് അല്ലെങ്കിൽ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയെല്ലാം നടത്തിയിട്ട് ചന്ദ്രദർശനവും കൂടെ നടത്തിയിട്ട് വേണം ഇത് പൂർത്തിയാക്കാനായിട്ട്. സന്ധ്യ കഴിഞ്ഞ് ചന്ദ്രനെ ദർശിച്ചാണ് വ്രതം പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ ആ ദിവസം പകൽ സമയത്ത് ഗണേശ മന്ത്രങ്ങളും ഗണേശ സ്തുതികളും ജപിക്കുക. ഗണേശൻ്റെ ക്ഷേത്രം പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് മനസ്സിൽ ഗണേശ സ്തുതികൾ ജപിക്കുക. അല്ലെങ്കിൽ നമുക്ക് മാത്രം കേൾക്കാവുന്ന രീതിയിൽ ചുണ്ടുകൾ മാത്രം അനക്കി ഗണേശ നാമങ്ങൾ ജപിച്ചുകൊണ്ട് വേണം പ്രദക്ഷിണം ചെയ്യാൻ. അപ്പോൾ അങ്ങനെ അങ്കാരക ചതുർത്ഥി ദിനം നമ്മൾ വ്രതമെടുത്ത് ആചരിക്കുകയാണെങ്കിൽ നമ്മുടെ ധനപരമായ തടസ്സങ്ങൾ ഒരുപാട് മാറിപ്പോവും. നമുക്ക് ലഭിക്കാനുള്ള ധനം ബ്ലോക്കായി നിൽക്കുന്നതൊക്കെ നമ്മളിലേക്ക് എത്തിച്ചേരും. അതുപോലെ തന്നെ ചൊവ്വയുടെ ഒരു വലിയ അനുഗ്രഹവും ആ ദിവസം ലഭിക്കും. ഇത് ശ്രീകൃഷ്ണ ഭഗവാനും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെപ്പറ്റി പല മുനിമാരോടും പല ആളുകളോടും സംഭാഷണം നടത്തുന്നതായിട്ട് നമ്മൾ പല സന്ദർഭങ്ങളിൽ പുരാണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ സംകഷ്ടി ചതുർത്ഥി ദിനത്തിൻ്റെ പ്രാധാന്യം, അങ്കാരക ചതുർത്ഥി ദിനം എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പല പുരാണങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഐതിഹ്യം അനുസരിച്ച് നള ദമയന്തി കഥയിൽ നളന് രാജ്യം തിരിച്ചു കിട്ടിയത് ഈ വ്രതം അനുഷ്ഠിച്ചതിനാലാണ് എന്നൊരു സങ്കല്പമുണ്ട്. അപ്പോൾ ഗണേശ നാമങ്ങളിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഗണേശ ദ്വാദശ നാമസ്തോത്രം. അത് നമുക്ക് ജപിക്കാവുന്ന ഒരു കാര്യമാണ്. ഗണപതിയുടെ 12 നാമങ്ങൾ ഒരു ശ്ലോകമായിട്ട് ജപിക്കുന്നതാണ്. ഇത് ഹൃദിസ്ഥമാക്കിയാൽ, ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി ഉള്ളിൽ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ജപിക്കാവുന്നതാണ്. തടസ്സങ്ങളൊക്കെ മാറാനായിട്ടത് വളരെ ഗുണകരമാണ്. അപ്പം നമ്മൾ ജപിക്കുന്ന എങ്ങനെയാണെന്നും കൂടെ പറയാം. വിളക്ക് തെളിയിച്ച് വെച്ചിട്ട് അതിന് മുമ്പിൽ നേദ്യം വെക്കുകയോ വെക്കാതിരിക്കുകയോ നിങ്ങളുടെ വിശ്വാസം പോലെ ചെയ്യാം. നിലവിളക്ക് തെളിയിച്ച് വെച്ച് വേണം ജപിക്കാനായിട്ട്. അല്ലെങ്കിൽ ഗണേശ ഭഗവാന്റെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് വേണം ജപിക്കാൻ. പ്രണമ്യ ശിരസാദേവം ഗൗരീപുത്രം വിനായകം ഭക്താവാസം സ്മരേൻ നിത്യം ആയു കാമാർത്ഥ സിദ്ധയേ. ആയുസ്സും നമ്മുടെ അഭീഷ്ടങ്ങളും, കാമങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ, അതൊക്കെ സിദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട്, ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഭക്തനായ ഞാൻ ഗൗരീപുത്രനായ വിനായകനെ സ്മരിക്കുന്നു. തലകുനിച്ച് അല്ലെങ്കിൽ ശിരസ് നമിക്കുന്നു അദ്ദേഹത്തിൻ്റെ മുന്നിൽ. ഇതാണ് അതിൻ്റെ അർത്ഥം. പ്രണമ്യ ശിരസാദേവം ഗൗരീപുത്രം വിനായകം ഭക്താവാസം സ്മരേൻ നിത്യം ആയു കാമാർത്ഥ സിദ്ധയെ. ഇതാണ് നമ്മൾ പ്രാരംഭമായിട്ട് പറയുന്നത്. ഇനിയാണ് ദ്വാദശ നാമസ്തോത്രം പറയുന്നത്. പ്രഥമം വക്രതുണ്ടം ച ഏകദന്തം ദ്വിതീയകം തൃതീയം കൃഷ്ണപിംഗാക്ഷം ഗജവക്ത്രം ചതുർത്ഥകം ലംബോദരം പഞ്ചമം ച ഷഷ്ടം വികടമേവ ച സപ്തമം വിഘ്നരാജം ച ധൂമ്രവർണം തഥാഷ്ടമം നവമം ബാലചന്ദ്രം ച ദശമം തു വിനായകം ഏകാദശം ഗണപതിം ദ്വാദശം തു ഗജാനനം. അപ്പോൾ ഗണപതിയുടെ 12 പര്യായങ്ങൾ അല്ലെങ്കിൽ 12 നാമങ്ങൾ ചേർത്താണ് ദ്വാദശ നാമസ്തോത്രം നമ്മൾ ജപിക്കുന്നത്. ഈ ഓരോ പേരിൻ്റെ പിന്നിലും ഓരോ കഥയുണ്ട്. അത് ഒരുപാട് നീണ്ടു പോകുന്നതുകൊണ്ടാണ് പറയാത്തത്. അപ്പം പ്രഥമം വക്രതുണ്ടം, ആദ്യത്തേത് വക്രതുണ്ടം എന്നുള്ളതാണ്. പ്രണവസ്വരൂപ വക്രതുണ്ടം എന്ന് നമ്മൾ വാതാപി ഗണപതി എന്നുള്ള കീർത്തനത്തിൽ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പം വക്രതുണ്ടം. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഏകദന്തൻ എന്നുള്ള പേരാണ്. മൂന്നാമത്തേത് കൃഷ്ണപിംഗാക്ഷൻ. പിന്നെ ഗജവക്ത്രൻ, അതാണ് ഗജവക്ത്രം ചതുർത്ഥകം. ലംബോദരൻ, പിന്നെ വികടൻ, വിഘ്നരാജൻ, ധൂമ്രവർണ്ണൻ, ബാലചന്ദ്രൻ, വിനായകൻ, ഗണപതി, ഗജാനനൻ. ഇങ്ങനെ ജപിക്കുന്ന ഈ ദ്വാദശ നാമ സ്തോത്രം ജപിക്കുന്നവർക്ക് ഒരിക്കലും ഭയം ഉണ്ടാവുകയില്ല. 2 തരത്തിലും. സാധാരണ നമ്മൾ ഭയം, പേടി എന്ന് പറയുന്നത് ഉണ്ടാവുകയില്ല. മറ്റൊന്ന്, നമുക്ക് വിഘ്നങ്ങളെ പറ്റി ഭയമുണ്ടാവുകയില്ല. നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെപ്പറ്റി ഭയമുണ്ടാവുകയില്ല.
ഏതൊരു വിഘ്നം അനുഭവപ്പെടുമ്പോഴും ഈ ദ്വാദശ നാമം സ്തോത്രം ജപിച്ചാൽ നല്ലൊരു പങ്കും ആ വിഘ്നം മാറിക്കിട്ടും. മിക്കവാറും ആ കാര്യം പൂർണ്ണമായിട്ടും സാധിച്ചു കിട്ടുകയും ചെയ്യും. പൂർണ്ണമായിട്ടും മനസ്സ് ഗണപതി ഭഗവാനിൽ അർപ്പിച്ച് വേണം പ്രാർത്ഥിക്കാനായിട്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ചൊവ്വയുടെ സ്തോത്രമുണ്ട്. നവഗ്രഹ സ്തോത്രത്തിൽ ചൊവ്വയുടെ സ്തോത്രം അതുകൂടെ ചൊല്ലുന്നത് ഈ അംഗാരക ചതുർത്ഥി ദിനമായതുകൊണ്ട് അതും കൂടെ ചൊല്ലുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇവ രണ്ടും 108 തവണയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൊല്ലാൻ സമയക്കുറവുണ്ടെങ്കിൽ 18 തവണ വീതമോ ജപിക്കേണ്ടതാണ്. അപ്പോൾ കുജസ്തോത്രം കൂടെ നമുക്ക് നോക്കാം. ധരണീഗർഭസംഭൂതം വിദ്യുത് കാന്തി സമത്പ്രഭം കുമാരം ശക്തിഹസ്തം തം മംഗളം പ്രണമാമ്യഹം. ചൊവ്വയ്ക്ക് മംഗളൻ എന്നാണ് പേര്. ധരണീഗർഭസംഭൂതം, ഭൂമിയുടെ പുത്രനായിട്ടാണ് ചൊവ്വയെ കരുതുന്നത്. കുജൻ എന്ന് പറഞ്ഞാൽ കു എന്ന് പറഞ്ഞാൽ ഭൂമി, കുജൻ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പുത്രൻ. വിദ്യുത് കാന്തി സമപ്രഭം എന്ന് പറഞ്ഞാൽ വിദ്യുത് കാന്തി, ഇടിമിന്നൽ പോലുള്ള പ്രഭയുള്ളവൻ. മറ്റൊരു അർത്ഥം കൂടെ ഉണ്ട്. ഈ വൈദ്യുതി എന്ന് പറയുന്നതിൻ്റെ കാരകൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. ജലത്തിലും ഓരോ ആറ്റത്തിലും ഓരോ നമ്മുടെ പരമാണുവിലും അടങ്ങിയിരിക്കുന്ന ആ വൈദ്യുതിയുടെ കാരകൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. എല്ലാ മെറ്റീരിയലും, ഭൂമിയിലുള്ള എല്ലാ ദ്രവ്യങ്ങളിലും, പ്രപഞ്ചത്തിലുള്ള എല്ലാ ദ്രവ്യങ്ങളിലും, എല്ലാ കണികകളിലും വൈദ്യുതി അടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മളത് ശാസ്ത്രീയമായിട്ട് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾക്കത് പല പുസ്തകങ്ങളിൽ നിന്നും അതിനെപ്പറ്റി അറിവ് കിട്ടുന്നതാണ്. അതായത് ഒരു ആറ്റം പൊട്ടിച്ചാൽ അതിൽ നിന്നുണ്ടാകുന്ന എനോർമസ് ആയിട്ടുള്ള ഒരു ഊർജ്ജപ്രവാഹം, അപ്പോൾ അതിൻ്റെ കാരകൻ, ആ ഒരു വൈദ്യുത ഊർജത്തിൻ്റെ കാരകൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുമാരം ശക്തിഹസ്തം തം. കുമാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ യൗവന കുമാരാവസ്ഥയുടെ എന്നും നമ്മുടെ ആ ചെറുപ്പം നിലനിർത്തുന്നതിൻ്റെ ഒരു കാരകനും കൂടിയാണ് ചൊവ്വ. നമുക്ക് എപ്പോഴും ഉള്ളിലെങ്കിലും നമ്മുടെ ചെറുപ്പം നിലനിർത്താനും നമ്മുടെ ശരീരത്തിന് ശക്തി കിട്ടാനും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ച് മേടിക്കാനും ഒക്കെ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ആ ഭഗവാനാണ് കുജൻ. മംഗളം പ്രണമാമ്യഹം. ജീവിതത്തിൽ മംഗളങ്ങൾ കൊണ്ടുവരുന്ന ചൊവ്വയ്ക്ക് പ്രണാമം. ചൊവ്വ ഒരു തടസ്സക്കാരനാണെന്നും യുദ്ധക്കാരനാണെന്നൊക്കെയാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. ഇതെല്ലാം ശരിയാണ്. തടസ്സവും യുദ്ധവും അക്രമങ്ങളും ഒക്കെ ഉണ്ടാക്കും. പക്ഷേ ചൊവ്വ നമുക്ക് നൽകുന്ന വലിയ ഒരു സൗഭാഗ്യത്തിൻ്റെ ലോകവും ഉണ്ട്. ആ ചൊവ്വയുടെ ശക്തിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത്. ഒരു ഘട്ടത്തിൽ, നമ്മുടെ യൗവന ഘട്ടത്തിൽ, കൗമാര യൗവന ഘട്ടത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ചു വാങ്ങിക്കാനും നമുക്ക് വേണ്ടത് നേടിയെടുക്കാനൊക്കെയുള്ള ആ പവർ തരുന്നത് ചൊവ്വയാണ്. അപ്പം അതുകൊണ്ടാണ് ചൊവ്വയെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ നവഗ്രഹ സ്തോത്രം നിത്യവും ചൊല്ലണം എന്ന് ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ നവഗ്രഹ സ്തോത്രത്തിൽ നമ്മൾ നവഗ്രഹം എന്നിങ്ങനെ പറയുന്നത് ആകാശത്തെ കറങ്ങുന്ന ഗോളങ്ങളാണ് എന്നാണ് നമ്മുടെ വിശ്വാസം. യഥാർത്ഥത്തിൽ ഈ സ്തോത്രത്തിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത് ഈ നവഗ്രഹങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട്, അവയ്ക്ക് ആനുപാതികമായിട്ട് നമ്മുടെ ശരീരത്തിലെ കുറേ എലമെൻറ്റ്സ് ഉണ്ട്, കുറേ മൂലകങ്ങൾ ഉണ്ട്. അവയെ ഒന്ന് എനർജൈസ് ചെയ്യുക, ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ സ്തോത്രങ്ങൾ പലതും ചൊല്ലുന്നതിൻ്റെ ഉദ്ദേശം. അപ്പം അതുകൊണ്ടാണ് പലതും അങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും ജൂൺ 25-ാം തീയതിയുള്ള ഈ അംഗാരക സംകഷ്ടി ചതുർത്ഥി വ്രതം നിങ്ങൾക്ക് ആരോഗ്യത്തിൻ്റെ രീതി അനുസരിച്ച് നിങ്ങൾ അനുഷ്ഠിക്കുക. ഉപവാസമായിട്ടോ അല്ലെങ്കിൽ ഒരു നേരം അരിയാഹാരവും മറ്റു നേരം പഴങ്ങളും ലഘുഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഈ വ്രതം ആചരിക്കുക. നിങ്ങൾക്ക് തടസ്സങ്ങൾ മാറാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഗണപതി ഭഗവാൻ നൽകട്ടെ. നിങ്ങൾക്ക് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള എല്ലാ കഴിവും കുജ ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.